ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികാസ് ഭാരത് സംരക്ഷൺ യാത്രാ പരിപാടി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മനിശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച VBSY പരിപാടി കേന്ദ്ര ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. ചില കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My experience, I am older than most of you people present here. എൻ്റെ അനുഭവം, ധാരാളം ആൾക്കാർ എന്നേക്കാൾ അനുഭവ സമ്പന്നരായ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. That whenever a government scheme എപ്പോഴാണോ ഒരു ഗവൺമെന്റിന്റെ പദ്ധതികൾ is captured through the form of street art and puppeteering, എപ്പോഴാണോ ഗവൺമെന്റിന്റെ പദ്ധതികൾ മായ തോൽപ്പാവ കൂട്ടുപോലെ കലകളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത്, then it has moved from being a government project to being a people's scheme. അപ്പോഴാണ് ഈ ഗവൺമെന്റ് പദ്ധതി എന്നുള്ളത് ജനങ്ങളുടെ പദ്ധതിയായി മാറുന്നത്. So I want to congratulate Padmashri Ramachandra Pulavar. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പത്മശ്രീ രാമചന്ദ്ര പുലവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. Not only because that show today, which is a family inherited art, was able to capture these schemes of Modi ji. അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരാഗതമായി തന്നെ ഈ കല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ പദ്ധതികളാണ് ഇന്ന് അദ്ദേഹം കലയിലൂടെ പെർഫോം ചെയ്തത്. പരിപാടിയുടെ ഭാഗമായി മേരി കഹാനി, മേരി സുബാനി വിഭാഗത്തിന്റെ ഭാഗമായി ഉജ്ജ്വല യോജന, NULM, PM സ്വനിധി എന്നിവ ഉൾപ്പെടെ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായും അദ്ദേഹം സംവദിച്ചു. ചടങ്ങിൽ വെച്ച് പത്മശ്രീ പുരസ്കാര ജേതാവും തോൽപ്പാവക്കൂത്ത് കലാകാരനുമായ KK രാമചന്ദ്ര പുലവർ, സാമൂഹ്യ മാധ്യമത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രാദേശിക വ്യക്തികൾ എന്നിവരെ മന്ത്രി ആദരിച്ചു. ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലുള്ള 10 ഗ്യാസ് കണക്ഷനുകളും 20 ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി മുദ്രാ വായ്പകളുടെ അനുമതി പത്രങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. BJP പ്രാദേശിക നേതാക്കൾ, സംസ്ഥാന നിർവഹണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ മുൻകാലങ്ങളിലെ അപാകതയുടെ ചങ്ങലകൾ തകർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനപരമായ സംരംഭമായ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിജയത്തിന്റെ പ്രകാശഗോപുരമായി മാറിയെന്നും ആദ്യമായാണ് ഭരണത്തിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും പ്രധാനമന്ത്രി നേരിട്ട് അഭിപ്രായം സ്വീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത്, ഹർഘർ ജൽ, ഭൂരേഖകളുടെ ഡിജിറ്റൈസേഷൻ, ഓപ്പൺ സൃഷ്ടിക്കുന്നതിനുള്ള ദൗത്യം എന്നിവ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പ്രധാന പദ്ധതികളുടെ തത്സമയ നേട്ടങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നതിൻ്റെ മൂർത്തമായ തെളിവാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ വിജയമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഗുണഭോക്താക്കളുമായി സംവദിക്കവേ പറഞ്ഞു. And I want to make Ramachandra ji a promise that I will ensure that this beautiful show, which was in Malayalam, will be translated into Hindi and all the other languages so that it can be performed not only in Kerala but in North India, in West India, in the eastern states of India. I will ensure that. ഞാൻ ഒരു കാര്യം ശ്രീ രാമചന്ദ്ര പുലവറിന് ഉറപ്പ് നൽകുന്നു. ഈ കലാരൂപം ഇന്ത്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇത് പെർഫോം ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ ഒരുക്കുമെന്ന് താങ്കൾക്ക് ഞാൻ വാക്ക് നൽകുന്നു. I can give you a lot of statistics. I can tell you what all has been done, but I have come here to give you a different message. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്ഥിതിപര കണക്കുകൾ വെക്കാം, ഒരുപാട് ഡാറ്റ നിങ്ങളുടെ വയ്ക്കാം. പക്ഷെ ഞാനിവിടെ വന്നിട്ടുള്ള വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. I can give you very interesting statistics that during the pandemic, Modi ji's government produced more than 220 crore vaccine doses and distributed them free. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വലിയ
മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒപ്പം ദ്വിദിന സഹവാസ ക്യാമ്പിന് കരിമ്പുഴ പുഴയോരത്ത് തുടക്കമായി. മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂൾ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒപ്പം ദ്വിദിന സഹവാസ ക്യാമ്പിന് കരിമ്പുഴ പുഴയോരത്ത് തുടക്കമായി. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മാനത്തോളം പദ്ധതിയുടെ ഭാഗമായാണ് PTA ആഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാലയത്തിലെ 3-4 ക്ലാസുകളിലെ കുട്ടികളാണ് ക്യാമ്പിൽ അംഗങ്ങളായി പങ്കെടുക്കുന്നത്. പുഴയൊലി, തോണിയാത്ര, ചങ്ങാട നിർമ്മാണം, വലയെറിഞ്ഞ് മീൻപിടുത്തം, പുഴയെ അറിയാൻ എന്നിവയോടൊപ്പം കുട്ടിക്കളികളും മണ്ണാർക്കാട് ഒലിവ് നാടൻപാട്ടു സംഘം ഒരുക്കുന്ന താളവും മേളവും ആകാശ നിരീക്ഷണം എന്നിവയും 1-ാം ദിവസ പരിപാടികളായി പുഴയോരത്തും വിദ്യാലയത്തിലുമായി സംഘടിപ്പിച്ചിരിക്കുന്നു. 2-ാം ദിവസം കുളക്കാടൻ മലകയറ്റം പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി പാവനാടകാവതരണം പരിപാടികൾ നടക്കുന്നതാണ്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് M. പ്രജോഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ C. ഹരിദാസൻ ചെർപ്പുളശ്ശേരി, BPC NP പ്രിയേഷ്, പ്രധാന അധ്യാപിക PBG, ക്യാമ്പ് ഡയറക്ടർ C. സനോജ്, മുൻ പ്രധാന അധ്യാപകൻ P. അരവിന്ദാക്ഷൻ, P. രാധാകൃഷ്ണൻ, MPTA കൺവീനർ P. സജിത, PTA വൈസ് പ്രസിഡന്റ് EU സുജിത്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായുള്ള പരിപാടികൾക്ക് ശ്രീകൃഷ്ണപുരം ട്രോമ കെയർ യൂണിറ്റ് ലീഡർ മണി, റിസോഴ്സ് അധ്യാപകരായ KR ശ്രീരാജ്, എബിൻ ബേബി, C. സനോജ് മാസ്റ്റർ, K. പ്രവിത, A. രോഹിണി, സെബിൻ ആൻഡ്രൂസ്, P. മണികണ്ഠൻ, K. സജിത, MT രജനി, ലിസി മാർക്കോസ്, രജിത ബാബു, രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. സൂപ്പർ ആപ്പ് ഇറക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ട്രെയിൻ എവിടെ എത്തിയെന്നറിയാനും അടക്കം റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്ക് നിരവധി മൊബൈൽ ആപ്പുകളായിരുന്നു നാം ഉപയോഗിച്ചിരുന്നത്. റെയിൽവേ തന്നെ ഇതിനായി ഡസനിലധികം ആപ്പുകൾ പലവിധ സേവനങ്ങൾക്കായി പുറത്തിറക്കിയിരുന്നു. IRCTC ടിക്കറ്റ് ബുക്കിംഗ്, അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്കിംഗ്, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യൽ, യാത്രയ്ക്കിടെ ഭക്ഷണം ഓർഡർ ചെയ്യൽ, പരാതി നൽകൽ, ട്രെയിനുകളുടെ തത്സമയ വിവരാന്വേഷണം, ഹോട്ടൽ ബുക്കിംഗ് അടക്കം എല്ലാ സേവനങ്ങളും സൂപ്പർ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു. റെയിൽവേ സേവനങ്ങൾക്കായി സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ആശങ്കയും സൂപ്പർ ആപ്പ് ഉപയോഗിക്കുന്നതോടെ ഇല്ലാതാവുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. 90 കോടി രൂപയോളം ചെലവിട്ട് റെയിൽവേ ITIക്ക് കീഴിലുള്ള സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് സൂപ്പർ ആപ്പ് പുറത്തിറക്കുന്നത്. 2023 സാമ്പത്തിക വർഷത്തിൽ IRCTC ടിക്കറ്റ് ബുക്കിംഗ് പകുതിയോളവും മൊബൈൽ ആപ്പ് വഴിയാണ് നടന്നത്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രവർത്തനമേള സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ശുചിത്വ മിഷന്റെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനമേള സംഘടിപ്പിച്ചു. പ്രദർശനമേള വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടക്കം മുതൽ തന്നെ ആരംഭിച്ചതാണ്. ഹരിതകർമ്മസേന രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹരിതകർമ്മസേന രൂപീകരിച്ചു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വീടും കവർ ചെയ്യത്തക്ക രീതിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. ഹരിതകർമ്മസേനയായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാത്ത ഏതാണ്ട് കുറച്ച് കുടുംബങ്ങൾ നമ്മുടെ ഓരോ വാർഡ് പ്രദേശത്തെടുത്താലുണ്ട്.
അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഒരു ഉത്തരവിറക്കി ഇനി മുതൽ വീട്ടുനികുതിയോടൊപ്പം അവരുടെ യൂസർ ഫീസും വാങ്ങിക്കൊടുക്കുക എന്ന ഉത്തരവാദിത്വം പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനൊരു ഉത്തരവ് ഇറക്കാനുള്ള കാരണം അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം എന്നാണ് ഈ കാര്യത്തിലുള്ള പൊതുവായ ഒരു നയം. അപ്പോൾ അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വമാകുമ്പോൾ അതിൽ അജൈവ മാലിന്യങ്ങൾ സ്വാഭാവികമായിട്ടും അതത് ആളുകൾക്ക് സംസ്കരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് സംസ്കരിക്കാനായ ശാസ്ത്രീയമായ വിപുലമായ സംവിധാനം ആവശ്യമാണ്. ആ വിപുലമായ സംവിധാനത്തിലേക്ക് ഹരിതകർമ്മസേനയെ ഉപയോഗപ്പെടുത്തി അജൈവ മാലിന്യങ്ങൾ ആകെ ശേഖരിച്ച് അത് കൈമാറുന്ന ക്ലീൻ കേരള കമ്പനി വഴി കൈമാറുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പഞ്ചായത്ത് നടത്തി വരുന്ന ഒരു പ്രവർത്തനം. ജൈവ മാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായ അവനവന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ ആവശ്യമായ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ബയോബിന് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ആവശ്യമുള്ളവർക്കൊക്കെ വിതരണം ചെയ്യാൻ ആവശ്യമായ പ്രൊജക്ട് വയ്ക്കുകയും ആവശ്യമുള്ളവർക്കൊക്കെ ബയോബിന് വിതരണം നടത്തിയതാണ്. മറ്റൊരു മാലിന്യ പ്രശ്നം വരിക വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് തുളിമുടി അങ്ങനെയൊക്കെയുള്ള വെള്ളമായിട്ട് പാത്രം മോഡൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. അതിനൊരു സോപ്പിറ്റ് ഉണ്ടാക്കിയാൽ അത് വഴിയിലേക്ക് ഒഴിച്ചുവിടാതെ അവനവന്റെ വീട്ടിൽ തന്നെ ഒരു സോപ്പിറ്റ് ഉണ്ടാക്കിയാൽ അതിനും സാധ്യതയില്ലാത്ത ആളുകൾക്ക് സഹായിക്കാൻ ആവശ്യമായ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുള്ളതാണ്. അങ്ങനെ ആ രീതിയിൽ നമ്മളെ ഗവൺമെന്റ് പറയണത് 2025 ഒരു മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം വരണമെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഓരോ വീടും മാലിന്യമുക്തമാവണം. ജൂൺ 5 വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ജനപ്രതിനിധികൾ ഭവന സന്ദർശനം നടത്തുകയും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ ഇല്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു, ജയശ്രീ, മഞ്ജിമ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത വൈദ്യുതി വേലി പരാതി വരുന്നിടത്തും സാധ്യതാ പ്രദേശങ്ങളിലും പരിശോധന ശക്തമാവണമെന്ന് ജില്ലാ കളക്ടർ. അനധികൃത വൈദ്യുത വേലി പരാതി വരുന്നിടത്തും സാധ്യതാ പ്രദേശങ്ങളിലും പരിശോധന അനിവാര്യമെന്നും മനുഷ്യജീവൻ വിലപ്പെട്ടതാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന കാട്ടുപന്നികളെ കുടുക്കുന്നതിനായി സ്ഥാപിക്കുന്ന വൈദ്യുതി വേലി നിമിത്തം ഷോക്കേറ്റ് ആളുകൾ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിനും പരിഹാര നടപടികൾ കണ്ടെത്തുന്നതിനുമായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. KICB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പോലീസ് എന്നിവർ പരാതി വരുന്നിടത്തും സാധ്യത പ്രദേശങ്ങളിലും പരിശോധന നടത്തണം. 3 മാസത്തിനിടയിൽ പരമാവധി കേസുകൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണം. അനധികൃത വൈദ്യുതി വേലി കണ്ടെത്തുന്നതിനായി സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ ലൈൻമാൻ, മീറ്റർ റീഡേഴ്സ് എന്നിവർക്കും നിർദ്ദേശങ്ങൾ നൽകണം. മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, കർഷക സംഘങ്ങൾ, വിവിധ വകുപ്പുകളും പബ്ലിസിറ്റി നടത്തണം. കൃഷിവകുപ്പിൽ നിന്നും ബ്ലോക്ക് ലെവൽ അസിസ്റ്റന്റ് ഡയറക്ടർമാർ കർഷക സമിതി യോഗങ്ങൾ വിളിച്ച് ബോധവൽക്കരണം കൊടുക്കാനും നിർദ്ദേശം നൽകി. കർഷകരിലേക്ക് നേരിട്ട് ബോധവൽക്കരണങ്ങൾ എത്തണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. യോഗത്തിൽ സബ് കളക്ടർ ഡി ധർമ്മലശ്രീ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, ADM K മണികണ്ഠൻ, RDO D അമൃതവല്ലി, തഹസീൽദാർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരിയിൽ അയ്യപ്പൻ വിളക്കുത്സവം നടന്നു. ചെർപ്പളശ്ശേരി കുറ്റിക്കോട് ദേശവിളക്ക് ആഘോഷിച്ചു. രാവിലെ 6-ന് കാരാട്ടുകുറിശി ശിവക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളിപ്പോടുകൂടിയാണ് ആരംഭിച്ചത്. 7:30-ന് അയ്യപ്പനെ കൊടിയിരുത്തി. ഉച്ചയ്ക്ക് ശേഷം ആനയും വാദ്യവുമായി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് കൊട്ടിപ്പുറപ്പെട്ടു. തിരിച്ചെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യവും ശിങ്കാരിമേളവും തിറകളിയും അകമ്പടിയേകി. രാത്രി അന്നദാനവും പോരൂർ ഉണ്ണികൃഷ്ണന്റെയും കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെയും ഇരട്ടത്തായമ്പകയും ഉണ്ടായി. പുലിയാനാംകുന്ന് ശങ്കരനാരായണൻ നായർ സ്വാമിയും കൊച്ചിക്കോട് സംഘവുമാണ് വിളക്ക് അവതരിപ്പിച്ചത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സഭയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് അവലോകന യോഗം ചേർന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സഭയ്ക്ക് തുടക്കമായി. 16 മുതൽ 20-ാം തീയതി വരെയാണ് തൊഴിൽ സഭ നടക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ടെക്നിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും.
15 ദിവസം മുതൽ 1 വർഷം വരെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മുടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ പൂനത്ര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് 2 കോഴ്സുകൾ ആരംഭിക്കാനുള്ള സ്ഥാപനമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ 5 കോഴ്സാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 കോഴ്സ് എന്തായാലും നിർബന്ധമായിട്ട് അവിടെ കിട്ടും. കുളപ്പള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അവിടെ 2 കോഴ്സ് വരും. അതേപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക്ക് അവിടെ 2 കോഴ്സ് വരും. അങ്ങനെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗപ്പെടുത്തി വിവിധ മേഖലയിലെ തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന് വേണ്ട സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ചാൽ ഒരു നല്ല AC മെക്കാനിക്കായിട്ട് പണി അറിയും. പക്ഷേ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 15 ദിവസത്തെ കോഴ്സിൽ ചേർന്ന് പഠിച്ചാൽ ഗവൺമെൻറ് അംഗീകരിച്ച AC മെക്കാനിക്കാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അയാൾക്ക് കൊടുക്കും. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അയാൾക്ക് വിദേശത്ത് പോകാനോ ഉന്നത സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേരാനോ അതൊരു സൗകര്യമായില്ല. അങ്ങനെ ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പം തന്നെ നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും 1-ാം സ്ഥാനത്താണ്. തൊഴിലന്വേഷകരുടെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. തൊഴിലന്വേഷകരുടെ കാര്യത്തിലും നമ്മൾ 1-ാം സ്ഥാനത്താണ്. ആരോഗ്യരംഗത്ത് നമ്മൾ 1-ാം സ്ഥാനത്താണ്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് 1-ാം സ്ഥാനത്താണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം നമ്മളാണ് നമ്മുടെ രാജ്യത്ത് 1-ാം സ്ഥാനത്ത്. അങ്ങനെ ഏത് മേഖല എടുത്താലും നമ്മൾ 1-ാം സ്ഥാനത്താണ്. ആ കൂട്ടത്തിൽ തൊഴിലന്വേഷകരുടെ കാര്യത്തിലും നമ്മളിപ്പോൾ 1-ാം സ്ഥാനത്താണ്. ആ 1-ാം സ്ഥാനം മാറണം. നമ്മളെല്ലാവരും തൊഴിലുള്ളവരും സംരംഭം നടത്തുന്നവരും 4 ആൾക്ക് തൊഴിൽ കൊടുക്കുന്നവരും ആയി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് തലത്തിൽ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഹരിദാസ് പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. Bobby Chemanur International Jewelers. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി സുരക്ഷാ വാരം ജില്ലാതല ഉദ്ഘാടനം നടന്നു. വൈദ്യുതി ഉപകരണങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പൊതുജനങ്ങൾക്കിടയിൽ വൈദ്യുതി അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ 2 വരെ സംഘടിപ്പിക്കുന്ന ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പാലക്കാട് ജില്ലയിലാണ്. അത് ബോധവൽക്കരണത്തിന്റെ പ്രസക്തിയാണ് കാണിക്കുന്നത്. സുരക്ഷാ ബോധവൽക്കരണം ഒരാഴ്ച കൊണ്ട് തീരേണ്ടതല്ലെന്നും ഇതൊരു തുടക്കമാവണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അപകടം സംഭവിച്ചതിന് ശേഷം നൽകുന്ന പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല, ഒപ്പം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനായി ജനങ്ങളുമായി അടുത്തിടപഴകുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് ക്ലാസുകൾ നൽകിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകണം.
ജനങ്ങൾ കൂടുതൽ എത്തുന്ന ഓഫീസുകളിലും മറ്റും വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് ലഘു പോസ്റ്ററുകൾ സ്ഥാപിക്കണമെന്നും വൈദ്യുതി സുരക്ഷ പ്രധാന സംസാര വിഷയമായി മാറേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, എനർജി മാനേജ്മെന്റ് സെന്റർ, അനേർട്ട്, EMC, സേഫ്റ്റി കൗൺസിൽ എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് സുരക്ഷാ വാരാചരണം നടക്കുന്നത്. ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡോൺ കോംപ്രമൈസ്, ബി വൈസ് എന്നതാണ് ഈ വർഷത്തെ സുരക്ഷാ മുദ്രാവാക്യം. പരിപാടിയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ P. നൌഫൽ വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ KT സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടർ M. കണ്ണയ്യൻ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KK ബൈജു, ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കൃഷ്ണൻ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ M. ഗിരീഷ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ P. ഷീന തുടങ്ങിയവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കിണർ നാടിന് സമർപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നവീകരിച്ച് പുനരുദ്ധാരണം ചെയ്ത മയിലാടുംപാറ പ്രദേശത്തെ കിണറിന്റെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. 2ാം വാർഡിലെ പ്രദേശവാസികളുടെ കുടിവെള്ള സ്രോതസ്സായ കിണറിൽ നിരവധി പക്ഷിമൃഗാദികൾ കിണറിൽ വീണ് മരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മങ്കര ഗ്രാമപഞ്ചായത്തിലെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷത്തോളം രൂപ ഫണ്ട് വകയിരുത്തിയാണ് കിണറിന്റെ പുനരുദ്ധാരണം നടത്തിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നദീറ, MB രമേശ്, പാഞ്ചാലി, വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് ഖലീൽ ജിബ്രാൻ ജന്മദിനം. ലോകപ്രശസ്തനായ കവിയും ചിത്രകാരനുമായിരുന്ന ഖലീൽ ജിബ്രാൻ പൗരസ്ത്യ ദേശത്തു നിന്നും വിശ്വസാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ അപൂർവം കവികളിൽ ഒരാളാണ്. ലെബനനിൽ ജനിച്ച ജിബ്രാൻ ജീവിതത്തിന്റെ സിംഹഭാഗവും അമേരിക്കൻ ഐക്യനാടുകളിലാണ് ചെലവഴിച്ചത്. 1923 എഴുതിയ പ്രവാചകൻ എന്ന കാവ്യോപന്യാസ സമാഹാരമാണ് ജിബ്രാനെ പാശ്ചാത്യ ലോകത്ത് പ്രശസ്തനാക്കിയത്. തന്റെ സാഹിത്യ ജീവിതം ജിബ്രാൻ ആരംഭിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. അറബിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം രചനകൾ നടത്തി. സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ ഒരു വിമതനായിട്ടാണ് ഇപ്പോഴും അദ്ദേഹത്തെ അറബ് ലോകം കണക്കാക്കുന്നത്. ഗദ്യകവിതകൾ എന്നൊരു ശാഖ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നാടായ ലെബനോണിൽ ജിബ്രാൻ ഇപ്പോഴും ഒരു സാഹിത്യ നായകൻ തന്നെയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.